UDS അക്കാദമിയുടെ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഏവിയേഷൻ കോഴ്സിന് തിരുവനന്തപുരത്ത് ഔദ്യോഗിക തുടക്കം. സെലിബ്രിറ്റി ഷെഫ് ഡോക്ടർ ലക്ഷ്മി നായർ ആദ്യ ബാച്ചിന്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. UDS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CMD S രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. UDS അക്കാദമി കണ്ണമ്മൂലിയിലാണ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഏവിയേഷൻ കോഴ്സിന്റെ ആദ്യ ബാച്ച് ആരംഭിച്ചത്. ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ UDS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CMDയും ജനൻ TV MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ലോകത്തെവിടെ പോയാലും ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവർക്ക് ജോലി സാധ്യമാണെന്നും UDS അക്കാദമിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് മികച്ച അവസരങ്ങൾ ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും 100% ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എവിടെ പോയാലും തൊഴിൽ കിട്ടുവാൻ സാധ്യത ഉള്ളത് ഈ ഫീൽഡാണ്, ഹോട്ടൽ ഫീൽഡാണ്. ഇന്ന് വരെ കേരളത്തിലല്ല ഇന്ത്യയിൽ കൊടുക്കാതായിട്ടുള്ള ആ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും 100% ഈ വന്നിരിക്കുന്നതായിട്ടുള്ള പേരൻസിന് ഗ്യാരണ്ടി പറയുന്നു. ഈ കുട്ടികളെല്ലാം ഞങ്ങളുടെ തന്നെ നാളത്തെ ഒരു സപ്പോർട്ടറായിട്ട്, നമ്മൾ വോളണ്ടിയറായിട്ട് സായി കൃഷ്ണ അക്കാഡമിയുടെയും സായി കൃഷ്ണ UDSന്റെ ഗ്രൂപ്പിൻ്റെയൊക്കെ എന്തെങ്കിലുമായിട്ട് ഞങ്ങളുടെ കൂടെ കാണും. അവർ നാളെ ഒരു വളർന്നു വരുന്ന ആൾക്കാർക്ക് അവരായിരിക്കും ഒരു മോഡൽ. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ റിട്ടയർമെന്റ് ഇല്ലെന്നും എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും UDS ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും നടിയുമായ ഉദയചന്ദ്രിക നായർ പറഞ്ഞു. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരു ഹോട്ടൽ ഉദയസമുദ്രയിൽ മാത്രമല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടാലൻറ്റും കാര്യങ്ങളും കൊണ്ട് പല ഹോട്ടലും നിങ്ങളെ കൊത്തിക്കൊണ്ട് പോകും. അവിടെ നിന്ന് നിങ്ങൾ ഇനിയൊരു സ്ഥലങ്ങളിലോട്ട് മാറുമ്പോൾ ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ് വന്ന നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുത്തിരിക്കണം. കറസ്പോണ്ടൻസ് കോഴ്സ് മതി. ഇല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിച്ചു കഴിയുമ്പോൾ പേരൻസിന് തോന്നുകയാണ് ഇല്ല 1 വർഷമല്ല, നമുക്ക് 3 വർഷം വിത്ത് ഡിഗ്രിയാണ് വരുന്നത്. എൻ്റെ മകൻ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിത്ത് ഡിഗ്രി താജ് കേറ്ററിംഗിൽ ഔറംഗാബാദിൽ വിത്ത് ഡിഗ്രിയാണ്. ദെൻ യു ഡോണ്ട് നീഡ് ഡിഗ്രി സെപ്പറേറ്റ്ലി. പ്രശസ്ത സെലിബ്രിറ്റി ഷെഫ് ഡോക്ടർ ലക്ഷ്മി നായർ അക്കാദമി പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ ഒരു പുതിയ കാൽവയ്പ് എന്ന പോലെ UDS അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇവരൊരു ഒരുപാട് ഒരുപാട് ഈ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. ആൻഡ് അവരുടെ തന്നെ ഒരു അക്കാഡമി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്വപ്നം അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. പാഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് കറങ്ങി എല്ലാം അവിടെ തന്നെയാണ് വന്ന് അവസാനിക്കുന്നത്. നമ്മുടെ ആ പാഷൻ നമ്മൾ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അതിനെക്കുറിച്ച് ഫേർദറായിട്ട് പഠിക്കാനോ. പക്ഷേ ഞാനത് എൻ്റെ ഈ ഒരു പാചകത്തോടുള്ള ഇഷ്ടം ഞാൻ കെടാതെ സൂക്ഷിച്ചു. അത് ഒരു സൈഡായിട്ട് കൊണ്ടുപോയി. ആൻഡ് ഫൈനലി ഇപ്പോൾ അതിലേക്ക് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. അക്കാദമി പഠനത്തോടൊപ്പം പ്രായോഗിക പരിചയവും നൈപുണ്യ വികസനവും ഉറപ്പാക്കുന്നതിലൂടെ വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ സജ്ജമാക്കുകയാണ് UDS അക്കാദമിയുടെ ലക്ഷ്യം. ചടങ്ങിൽ UDS ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് CEO ഡോക്ടർ രാജഗോപാൽ അയ്യർ, ലെമൺ ട്രീ പ്രീമിയർ ജനറൽ മാനേജർ മനോജ് MV, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ബിവോക് വിഭാഗം റീജിയണൽ ഹെഡ് നന്ദകുമാർ, UDS അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ മഹേഷ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം.